ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. അഭ്രപാളികളെ പുളകമണിയിച്ചുകൊണ്ട് മാർക്കോ 20-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഈ 19 ദിനങ്ങളിലും സിനിമ ഒരു ആവേശമായിട്ട് തന്നെ കുതിച്ചുയർന്നു. അതുതന്നെ 20-ാം ദിവസവും നമുക്ക് കാണുന്നു. കേരളത്തിന് പുറത്ത് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും അമ്മാതിരി കൊടൂരമായിട്ടുള്ള ഒരു തേരോട്ടം തന്നെയാണ് സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം 75,000 സബ്സ്ക്രൈബേഴ്സിലേക്കുള്ള നമ്മുടെ ആ ഒരു പാച്ചിൽ നടക്കുകയാണ്. എല്ലാവരും കൂടെയും ഉണ്ടാവണം. സിനിമയ്ക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്ന, അതായത് 19-ാം ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് നല്ല ഒരു ലെവലിൽ തന്നെയാണ്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് 25 ലക്ഷം രൂപയോളമാണ്. തെലുങ്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് 32 ലക്ഷം രൂപയോളവും, അതേപോലെ തന്നെ ഹിന്ദിയിൽ നിന്ന് 84 ലക്ഷം രൂപയോളമാണ് പ്രതീക്ഷിക്കുന്നത്. 18-ാം ദിനം സിനിമയ്ക്ക് ലഭ്യമായിരുന്ന അതേ കളക്ഷൻ്റെ മുകളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 18-ാം ദിനം നേടിയത് തമിഴ്നാട്ടിൽ നിന്ന് 23 ലക്ഷം രൂപയായിരുന്നു, തെലുങ്കിൽ നിന്ന് 28 ലക്ഷം രൂപയും ഹിന്ദിയിൽ നിന്ന് 84 ലക്ഷം രൂപയും. അങ്ങനെ 1,73 ലക്ഷം രൂപയാണ് നേടിയെങ്കിൽ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1,75 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. കാരണം അത്രത്തോളം ഗംഭീരമായ ബുക്കിംഗ് സിനിമയ്ക്കുണ്ട്. ഏകദേശം 25,000-ത്തിനടുത്തുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം മറ്റൊന്നുമല്ല, പുഷ്പ എന്ന സിനിമയുടെ മണിക്കൂറുകളിലെ ബുക്കിംഗ് അതിനേക്കാൾ മുകളിലാണ് സിനിമയുടെ കളക്ഷൻ. ചില മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് റെക്കോർഡ് തന്നെയായിരുന്നു. പുഷ്പയ്ക്ക് 1,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോകുമ്പോൾ മാർക്കോയ്ക്ക് 1,700ഓളം. ഏറ്റവും അവസാനമായിട്ട് അല്ലെങ്കിൽ അവസാന മണിക്കൂറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു 1,510 ടിക്കറ്റുകൾ വിറ്റുപോയി പുഷ്പയ്ക്ക്. ആ സമയത്ത് 1,940ഓളം ടിക്കറ്റുകളായിരുന്നു മാർക്കോയ്ക്ക് വിറ്റുപോയത്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം എത്രത്തോളം ഗംഭീരമായിട്ടാണ് സിനിമയ്ക്ക് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അത് കേരളത്തിന് പുറത്താണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് നമുക്കൊരു വലിയ സന്തോഷവുമാണ്. കേരളത്തിൽ ഇന്നും ചെറിയ ഒരു ഇടിവ് തന്നെയാണ് സിനിമയ്ക്ക് നടന്നത്. ചെറിയ ഇടിവെന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ ഇടിവ് മാത്രം. അതായത് ഇന്നലെ ഏകദേശം 45 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചെങ്കിൽ ഇന്ന് 43 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് 659 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 17,000-ന് മുകളിലുള്ള ജനങ്ങൾ കണ്ടുവെന്നും 28 ലക്ഷം രൂപയാണ് ട്രാക്കേഴ്സ് പറഞ്ഞതും. അങ്ങനെ സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി 47 കോടിയും കടന്ന് 48 കോടിയിലേക്ക് ടച്ച് ചെയ്യാൻ പോകുന്നു. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സിനിമ 110 കോടിയിലേക്ക് എത്തും എന്നുള്ള ആ ഒരു കാര്യം. ഇതിനോടകം സിനിമ 18 ദിനങ്ങൾ കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയത് 23 കോടിയാണെങ്കിൽ ഇന്നത്തെ 19 ദിവസത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ 24.5 കോടിയായിരിക്കും എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. സിനിമയുടെ ഇന്ത്യ കളക്ഷൻ ഇതിനോടകം തന്നെ 75 കോടിയിലേക്ക് എത്തുകയാണ്. അതായത് മലയാളം, തമിഴ്, തെലുങ്ക് മാത്രം വെച്ചിട്ട് ഇന്ത്യക്ക് അകത്ത് നിന്നുള്ള ആ ഒരു കളക്ഷൻ അമ്മാതിരി ഒരു കൊലത്തൂക്കാണ് തൂക്കുന്നത്. 75 കോടിയിലേക്ക് എത്തുകയാണ്. സിനിമ ഒരു ഗംഭീര വിജയമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു, സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണ്? 30 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് കവർ ചെയ്ത സിനിമ ഇപ്പോൾ വമ്പൻ വിജയമായിരിക്കുന്നു. അതായത് സിനിമ വിജയിക്കാൻ ഏറെക്കുറെ 65 കോടിയോളം വേണമായിരുന്നു. സിനിമ ഇപ്പോൾ 100 കടന്ന് 110ലേക്ക് എത്തുകയാണ്. ഒരു വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിലേക്ക് സിനിമ മാറുകയാണ്. ഇനിയും വരുന്നുണ്ട് സിനിമയുടെ ഓട്ടം, ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ്. ഞെട്ടിപ്പിക്കുന്ന റിലീസുകൾ ഇനിയും സിനിമയ്ക്ക് ബാക്കിയുണ്ട്. 150 കോടിയിലേക്ക് സിനിമ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും 110 കടന്ന് ഇനി അങ്ങോട്ട് കുതിക്കുമ്പോൾ നമ്മുടെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാവണം. നമുക്കും സപ്പോർട്ടായിട്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തണം. ഗ്രേറ്റ് മീഡിയാസ്.